ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ അയല ഫ്രൈ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അതിനായിട്ട് ഞാനിവിടെ മസാല തയ്യാറാക്കാൻ പച്ചക്കുരുമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പച്ചക്കുരുമുളക്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കറിവേപ്പില, ഉപ്പ്, ഇത്രയും ചതച്ചെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് പെരുംജീരകപ്പൊടി, കുറച്ച് മുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇട്ടിട്ട് ഒരു പിടി തേങ്ങയും കൂടെ ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അയല 2 അയല എടുത്തിട്ടുണ്ട്. അയല നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഈ മസാല ഇതിലേക്ക് പുരട്ടി കൊടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഈ മസാല ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിപ്പിക്കണം കേട്ടോ. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. പക്ഷെ നല്ല ഒരു ടേസ്റ്റാണ് കേട്ടോ. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ അയലക്കുട്ടന്മാരെ ഇതിലേക്ക് അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ബാക്കിയുള്ള ഇതിലുള്ള മസാല ഈ അരപ്പെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്താണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. തീ കുറച്ച് വെച്ച് നമ്മൾ അടച്ച് വയ്ക്കണം കേട്ടോ. അടച്ച് വയ്ക്കുമ്പോഴേ ആ മീൻ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് വെന്ത് എടുക്കാമെന്ന് വിചാരിക്കേണ്ട. നന്നായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെച്ച് തന്നെയാണ് വേവിക്കാൻ കേട്ടോ. 2 ഭാഗവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ മസാല എന്ന് പറയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അധികം കരിഞ്ഞു പോകണ്ട, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ മസാലക്കൂട്ട് നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണെന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല പച്ചക്കുരുമുളകിൻ്റെ ആ ടേസ്റ്റൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി നമ്മുടെ അയല ഫ്രൈ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ, ബൈ ബൈ, സി യു.